ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ പ്രിയപ്പെട്ടവർ ഇടുന്ന കമൻറ്റുകൾ എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാത്തിനും മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി ക്ഷമിക്കണം. കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്നും നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കൊരിന്ത്യർ 9 അധ്യായം 24 വാക്യമാണ്. 1 കൊരിന്ത്യർ 9 അധ്യായം 24 വാക്യത്തിൽ നിന്ന് ഒരു ചിന്ത പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ അക്കാലത്തുള്ള ചില സാമ്യങ്ങൾ അല്ലെങ്കിൽ ചില വിനോദങ്ങളെ സാമ്യപ്പെടുത്തി ക്രിസ്ത്യ ജീവിതത്തെ ഉദ്ധരിക്കാറുണ്ട്. ഇവിടെ ഓട്ടത്തെക്കുറിച്ച് പറയുന്നു. അടുത്ത വാക്യത്തിൽ അംഗം പൊരുന്നവരെക്കുറിച്ച് പറയുന്നു. തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന പടയാളിയെക്കുറിച്ച് സാമ്യപ്പെടുത്തി പറയുന്നു. ഇങ്ങനെ പൗലോസ് പല പ്രതിരൂപങ്ങളും ഉപയോഗിക്കുന്ന അന്നുള്ള പല സംഭവങ്ങളെ എടുത്ത് അതിനെ ക്രിസ്ത്യ ജീവിതത്തോട് സാമ്യപ്പെടുത്തി പറയുന്നു. ഇവിടെ ക്രിസ്ത്യ ജീവിതം ഒരു ഓട്ടമാണെന്നുള്ള അല്ലെങ്കിൽ അത്ലറ്റിക് ഇനമായ ഒരു ഓട്ടം എന്നുള്ള നിലയ്ക്കാണ് താൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ 2-3 ചിത്രം നമുക്ക് കാണാം. ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും അപ്പോൾ ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ. എല്ലാവരും ഓടുന്നു. ഇവിടെ ഒരു ഓട്ട മത്സരം നമുക്ക് കാണാം. അവിടെ പലതരം ആളുകളുണ്ട്. കാഴ്ചക്കാരുണ്ട്, അതിൽ പങ്കെടുക്കുന്നവരുണ്ട്, തോറ്റു പിന്മാറുന്നവരുണ്ട്, ഇടയ്ക്ക് വെച്ച് പൂർത്തിയാക്കാനാവാതെ പിന്മാറിപ്പോകുന്നവരുണ്ട്, തോറ്റു പോകുന്ന ആളുകളുണ്ട്, ഓടി ജയിക്കുന്നവരുണ്ട്. ജയിക്കുന്നവരാണ് ബിരുദം കൊടുക്കുക. അന്നത്തെ കാലത്ത് മത്സരത്തിൽ ജയിക്കുന്നവന് ഒലിവല കൊണ്ടുള്ള ഒരു കിരീടം പോലെ ഒന്നുണ്ടാക്കി അവൻ്റെ തലയിൽ അണിയിക്കുകയാണ് പതിവ്. അതിരിക്കട്ടെ. ഇവിടെ എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഈ ഓട്ടത്തിൻ്റെ വ്യത്യാസം, ഇതിൽ ഓടി ജയിക്കുന്നവർക്കെല്ലാം സമ്മാനമുണ്ട്. എന്നാൽ മറ്റേത് അവിടെ അക്ഷരികമായി നടക്കുന്ന ഓട്ട മത്സരത്തിൽ ഒരുവന് മാത്രമേ ബിരുദമുള്ളൂ അല്ലെങ്കിൽ സമ്മാനമുള്ളൂ. എന്നാൽ ഈ ക്രിസ്തീയ ഓട്ടം കർത്താവിനെ കണ്ടെത്തിയ നാൾ മുതൽ മരണം വരെയോ കർത്താവിൻ്റെ വരവരെയോ ഉള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയാണല്ലോ ഓട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടത്തിൽ വെറുതെ ഓടുകയല്ല, പങ്കെടുക്കുകയല്ല, കാണികളായി നിൽക്കുകയുമല്ല, പിന്നെ തോറ്റുപോവുകയുമല്ല, തോറ്റുപോകുന്നവരുടെ കൂട്ടത്തിലുമല്ല, പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ബിരുദം പ്രാപിക്കുന്നവരെ കൂട്ടത്തിൽ നിങ്ങളും കാണണം എന്ന് പറഞ്ഞു. എന്താ ചെയ്യണ്ടേ? ഞാൻ സാറിന് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഈ അത്ലറ്റുകളെ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് അതിനെല്ലാം ഒരു കോച്ച് ഉണ്ടായിരിക്കുമല്ലോ, അത്ലറ്റിക് കോച്ച്. അപ്പോൾ മാനസികമായ നിലയ്ക്ക് ഒരു കോച്ച് എന്ന പോലെ പൗലോസ് നിങ്ങളും പ്രാപിപ്പാൻ ഓടുവീൻ. ഇപ്പോൾ കളികൾക്കെല്ലാം ആളുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്. പരിശീലകരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ മാതൃകയും എല്ലാം ചേർത്താണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രാപിപ്പാനുള്ള ഓട്ടം? ചുമ്മാ വെറുതെ അങ്ങ് ഓടിയാൽ പ്രാപിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് പ്രാപിപ്പാനുള്ള ഓട്ടം? എന്താണ്? അതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അല്ലെങ്കിൽ ബിരുദം പ്രാപിക്കാനുള്ള തീമോഥെയോസിൻ്റെ 2 ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ലപോലെ ഒരു ഓട്ടം തികച്ചു, എന്നിട്ട് ഇനി നീതിയുടെ കിരീടം എനിക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ അവനൊരു ബിരുദമുണ്ട്. അത് താൻ ഓട്ടം തികച്ചു എന്ന് അവിടെ കാണാം.
അപ്പം എന്തർത്ഥം ഓട്ടത്തെക്കുറിച്ചൊക്കെ നമുക്ക് ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നത് ഒരു പുതിയ വിഷയമല്ല. എന്നാൽ പ്രാപിപ്പാനുള്ള ഓട്ടം എന്താണ്? അതാണ് വിഷയം. എന്തെങ്കിലും സൂചന അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു കോച്ചിനെ പൗലോസിനെ ഒരു കോച്ചിനോട് സാമ്യപ്പെടുത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്ലറ്റുകളെ പരിശീലിപ്പിക്കുന്ന കോച്ചിനോട് പൗലോസിനെ സാമ്യപ്പെടുത്തി പറഞ്ഞാൽ, അവൻ എങ്ങനെ ഓടുന്നു? വിശ്വാസികൾ ഓടുന്നു, താനും ഓടുകയാണ്. അപ്പോസ്തലർ പ്രവൃത്തി 20-ാം അധ്യായത്തിൽ താൻ പറയുന്ന അപ്പോസ്തലർ പ്രവൃത്തി 20-ാം അധ്യായത്തിൽ 24 20-ാം അധ്യായത്തിൽ താൻ പറയുന്നത്, അതിൻ്റെയും 24-ാം വാക്യം, എൻ്റെ ഓട്ടം, അത് കൂട്ടിച്ചേർത്താൻ മലയാളത്തിൽ പറയുന്നത്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയിരുത്തായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി ചുവന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അതിൽ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ നാം വായിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ചും KJV-യിൽ, ദാറ്റ് ഐ മേ ഫിനിഷ് മൈ കോഴ്സ് വിത്ത് ജോയ്, എൻ്റെ ഓട്ടം സന്തോഷത്തോടെ അവസാനിപ്പിക്കണം, ഇതാണ് അവൻ്റെ ആഗ്രഹം, എന്നേ എനിക്കുള്ളൂ എന്നവൻ പറയുന്നു. സന്തോഷത്തോടെ എൻ്റെ ഓട്ടം അവസാനിപ്പിക്കണം. സന്തോഷത്തോടെ അവസാനിപ്പിക്കണമെങ്കിൽ ബിരുദ പ്രാപിക്കാത്തക്കണം ഓടി ജയിച്ചവരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ് ഓടി ജയിക്കാനുള്ള മാതൃക? എന്താണ്? എന്തെങ്കിലും മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും മാതൃകയുണ്ടോ? പൗലോസ്, ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അവൻ ഓടി ജയിച്ചു എന്ന് പറയുന്നു. 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഓടി ജയിച്ചു, എനിക്ക് കിരീടം കിട്ടും, അത് വേറെ ആരുമല്ല, ഈ കർത്താവ് തന്നെ തരും, ഉറപ്പുണ്ട്. അവൻ അത്ര ധൈര്യമായി പറയുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 20-ാം അധ്യായത്തിൽ എൻ്റെ ഓട്ടം സന്തോഷത്തോടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നതല്ല, പ്രാപിപ്പാനുള്ള ഓട്ടമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ പൗലോസിനോട് ഞാൻ ചോദിക്കാം, താന് എങ്ങനെയാണ് ഓടിയത്? മറ്റുള്ളവരെ പരിശീലിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരോട് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ തൻ്റെ ഓട്ടം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. 26-ാം വാക്യം വായിച്ചാൽ വ്യക്തമായ ഒരു സൂചന കിട്ടും. പല സൂചനകൾ. 1, ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ ഓടുന്നത് നിശ്ചയമില്ലാതല്ല. അപ്പോൾ ഓട്ടത്തിൻ്റെ ഒരു പ്രധാന ഘടകം നിശ്ചയത്തോടെ ഓടുക, അല്ലെങ്കിൽ ക്രിസ്തീയ ഓട്ടം. ഈ റേസ് ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനെ കണ്ടെത്തിയ നാൾ മുതൽ അവസാനം വരെയോ, അല്ലെങ്കിൽ കർത്താവായ യേശുവിൻ്റെ വരവ് വരെയോ ഉള്ള കാലത്തിനിടയ്ക്ക് നാം ജീവനോടിരിക്കുമ്പോൾ തന്നെ കർത്താവ് യേശു വന്നാൽ അന്ന് വരെ, അതിനപ്പുറം പിന്നെ ഓടാനൊക്കില്ലല്ലോ, അന്ന് വരെയുള്ള കാലത്തിനിടയ്ക്ക് നമുക്ക് തന്നിരിക്കുന്ന കാലയളവിൽ നാം എങ്ങനെ ഓടുന്നോ? പൗലോസ് പറയുന്നു, ഞാൻ നിശ്ചയത്തോടാണ് ഓടുന്നത്. എൻ്റെ ഓട്ടത്തെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. ഞാൻ മുൻ വീഡിയോകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, താൻ വെറുത്ത, താൻ എതിർത്ത, താൻ ഉപദ്രവിച്ച, താൻ പകച്ച അനേക വിശുദ്ധന്മാരുടെ മരണത്തിന് പോലും കാരണമായ തൻ്റെ വെറുപ്പ് കൊണ്ട് നിറഞ്ഞ് ഇതിനെ നശിപ്പിക്കണമെന്ന് വിചാരിച്ച് നീങ്ങിയതാണ് ഈ ഉപദേശത്തെ. എന്നാൽ ദമസ്കോസിൻ്റെ വാതിൽക്കൽ വെച്ച് കർത്താവിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവന് കാര്യം മനസ്സിലായി. അവൻ്റെ കണ്ണ് തുറന്നു. അവന് കാര്യം മനസ്സിലായി. അന്ന് മുതൽ വ്യത്യസ്തമായൊരു ഓട്ടം പൗലോസ് ആരംഭിച്ചു. തീമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ റോമിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പൗലോസിനെ നമുക്ക് കാണാം. എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് അവൻ സാക്ഷ്യം പറയുന്നു. ആ ലേഖനം പൂർത്തിയാക്കിയിട്ട് അത് തീമോഥെയോസിന് കിട്ടി. അവനെ കാണാമെന്ന് പ്രതീക്ഷിച്ചാണ് പൗലോസ് അത് എഴുതിയത്. പക്ഷേ തീമോഥെയോസിൻ്റെ കയ്യിൽ ആ ലേഖനം കിട്ടി. തീമോഥെയോസ് റോമിലെത്തുന്നതിന് മുമ്പ് പൗലോസ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അതുവരെയുള്ള കാലത്ത് താൻ ഓടി. എങ്ങനെ? നിശ്ചയത്തോടെ. അല്ലെങ്കിൽ തൻ്റെ വിദ്യാഭ്യാസം, പലരും പറയുന്നു PhD ഓളം, ഇന്നത്തെ കാലത്ത് PhDക്ക് തുല്യമായ വിദ്യാഭ്യാസം അന്നുള്ളവനായിരുന്നു പൗലോസ് എന്ന് പറയുന്നു. ആ പൗലോസ് താൻ പഠിച്ചതിന് വിരുദ്ധമായത് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ പിന്നെ അതിനെക്കുറിച്ചുള്ള നിശ്ചയം പ്രാപിപ്പാൻ, ചിലർ പറയുന്നത്
അറേബ്യ മരുഭൂമിയിൽ ചെന്നിരുന്ന് 3 വർഷം തിരിച്ചും മറിച്ചും വചനം പഠിച്ച് അതിനെക്കുറിച്ച് നിശ്ചയം പ്രാപിച്ച് പ്രാർത്ഥിച്ചും ഉപവസിച്ചും താൻ പ്രാപിച്ചതിനെക്കുറിച്ചുള്ള തനിക്ക് കിട്ടിയ പുതിയ വെളിപ്പാടിനെക്കുറിച്ചുള്ള നിശ്ചയം പ്രാപിച്ചാണ് പൗലോസ് അടുത്ത് മുന്നോട്ടിറങ്ങിയെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഒന്നാമത് വേണ്ടത് നിശ്ചയം. ഏതിൻ്റെ നിശ്ചയം? വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ തന്നെ പല കാര്യങ്ങളുടെയും നിശ്ചയം നമുക്ക് കാണാം. ഇബ്രാഹിം അതിനിടയ്ക്ക് പറയട്ടെ, ഞങ്ങൾ ആരാധിക്കുന്നവരാണെന്ന് ശമര്യാസ്ത്രീ പറഞ്ഞപ്പോൾ യോഹന്നാൻ 4-ാം അധ്യായത്തിലുണ്ടല്ലോ, ഞങ്ങൾ ആരാധിക്കുന്നവരാണ്, ഞങ്ങളും യാക്കോബ് ആ കിണർ ഞങ്ങൾക്ക് തന്നതെന്നും ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു ഒക്കെ ആ സ്ത്രീയെ കർത്താവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, സ്ത്രീയെ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ നാം ആരെ ആരാധിക്കുന്നുള്ള നിശ്ചയം കൂടെ നമുക്ക് വേണം. നമ്മുടെ കർത്താവ് ആര്, രക്ഷകൻ ആര്, അവൻ്റെ ശക്തി എന്താ, അവൻ്റെ നാമം എന്താ എന്നുള്ള നിശ്ചയം പലർക്കും ഇന്ന് പറ്റിയിരിക്കുന്നത് തങ്ങൾ എന്താ ചെയ്യുന്നതെന്നോ, എന്താ പറയുന്നതെന്നോ, ആരെയാ സേവിക്കുന്നതെന്നോ, ആരോട് പ്രാർത്ഥിക്കുന്നതെന്നോ, ആരുടെ പിന്നാലെ പോകുന്നെന്നോ നിശ്ചയമില്ലാത്ത പോലെ കൂട്ടയോട്ടക്കാരായി മാറിയിരിക്കുക മറ്റുള്ളവരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ. അപ്പോൾ ഒന്ന്, നിശ്ചയം നാം പ്രാപിക്കണം. ചില വാക്യങ്ങൾ നോക്കിയാൽ നിശ്ചയത്തെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാര്യം പിടി. എന്തെല്ലാം നിശ്ചയം നമുക്ക് വേണം. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് അടുത്ത് ചെല്ലുക. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം. ഇന്ന് വിശ്വാസം വാഗുകൊണ്ട് പറയും, പക്ഷേ വിശ്വാസം എന്താണെന്ന് വിശ്വാസത്തിന് നിർവചനം ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. അത് എളുപ്പം. പക്ഷെ അത് എന്നുള്ള ആശിക്കുന്നത് എന്താണ്? ദൃശ്യമായതോ അദൃശ്യമായതോ? എല്ലാവരും നല്ലൊരു ശതമാനവും പറയും ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്, ലോകത്തുള്ളത്, ഭൗമികമായത്, അക്ഷരീയമായത്, മണ്ണിൻ്റേത്. ഉദ്ദേശമായിട്ട് പ്രസംഗിക്കുന്നതും സ്റ്റേജുകളിൽ മുഴങ്ങുന്നതെല്ലാം മണ്ണിൻ്റെ. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം ആശിക്കുന്നതിനൊപ്പം എന്ന് പറയുന്നത് കാണുന്നതിനെല്ലാം കാണാത്തതിനായി കാത്തിരിക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. യേശു ക്രിസ്തുവിനെ 54-ാമത്തെ വർഷമാണിത് ഞാൻ സേവിക്കുന്നു. ഞാൻ ഇന്നുവരെയും കർത്താവിനെ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ അവനെ ഉറപ്പായി വിശ്വസിക്കുന്നു. അവനിലുള്ള 54 വർഷവും എൻ്റെ വിശ്വാസം കുറഞ്ഞിട്ടില്ല. ചഞ്ചലമില്ലാതെ നിൽക്കുന്നു. ഉറപ്പ്, അതിനെക്കുറിച്ച് നിശ്ചയമുണ്ട്. എൻ്റെ കർത്താവ് ആരാണെന്ന്, എൻ്റെ കർത്താവ് എന്താണെന്ന്, അവൻ്റെ കഴിവുണ്ടെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. എനിക്ക് നിശ്ചയമുണ്ട്. ലോകത്തിൽ ആരെന്നോട് പറഞ്ഞാലും ഞാനത് ഉൾക്കൊള്ളുകയില്ല. അതിന് വിരുദ്ധമായി എന്തു പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുകയില്ല. കാരണം എനിക്കതിന് നിശ്ചയമുണ്ട്. ഞാൻ അവളിൽ നിന്ന് പ്രാപിച്ചു. എന്നെ ഇന്നിയോളം നടത്തിയ ആ കർത്താവിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം. കൂടുതൽ എന്നെക്കുറിച്ച് ഞാൻ വിവരിക്കാതെ മുന്നോട്ട് നീങ്ങട്ടെ. രണ്ടാമത്, കൊലോസ്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനെക്കുറിച്ച് പറയുന്നു. നിങ്ങളിൽ ഒരുത്തനായി യേശുക്രിസ്തുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. അപ്പോൾ 2, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം നാം പ്രാപിക്കണം. പൗലോസ് ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നതെന്ന് പറഞ്ഞപ്പോൾ അതേ വാഗൊണ്ടാണ് കൊലോസ്യരോടും പറഞ്ഞത്, ഒരുത്തെന്താ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിഷയം ഇതാണ്, ദൈവഹിതം സംബന്ധിച്ച പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ പ്രാർത്ഥനക്കാരും ഇന്നത്തെ പ്രസംഗക്കാരും ഇന്നത്തെ ഉപദേഷ്ടാക്കളും ആർക്കെങ്കിലും പറയാനുണ്ടോ ഞാൻ പൂർണ്ണമായി ദൈവഹിതത്തിലാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ജീവിക്കുന്നു, എന്നെക്കുറിച്ചുള്ള എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, എൻ്റെ നടപ്പിനെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അനുദിനം ദൈവ ഇഷ്ടത്തിലാണെന്ന് പറയുവാൻ പ്രാഗൽഭ്യം എത്ര പേർക്കുണ്ട്?
പ്രായൽപ്പമുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്നാൽ എത്ര പേർക്കുണ്ട്? അത് നേരമില്ല. കൊലോസ്യത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവിന് അവന് യോഗ്യമാമണ്ണം നടന്നു, അവൻ്റെ ഇഷ്ടത്തിന് പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ ലോകത്തിന് അനുപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പോൾ ലോകത്തിന് അനുരൂപമായി ചിന്തിച്ചാൽ, ലോകത്തെ പോലെ നടന്നാൽ, ലോകത്തെ പോലെ ലോകത്തിൻ്റെ കാര്യങ്ങൾ മോഹിച്ചാൽ, ലോകത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവേഷ്ടം അറിയുവാൻ സാധ്യമല്ല. ഇവിടെ നിശ്ചയത്തോടെ ഓടുന്നു പറയുമ്പോൾ, നമ്മുടെ ഓട്ടം നിശ്ചയത്തോടെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവയിഷ്ടത്തിലായിരിക്കണം. നമ്മുടെ ദാവീദ് പറഞ്ഞല്ലോ 17-ാം സങ്കീർത്തനത്തിൽ, എൻ്റെ നടപ്പ് നിൻ്റെ ചൂടുകൾ തന്നെയായിരുന്നു, എൻ്റെ കാലടി വഴുതിയില്ല. ദൈവയിഷ്ടത്തിൽ ജീവിക്കുന്ന, ദൈവയിഷ്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും ഇടറാൻ ദൈവം അനുവദിക്കുകയില്ല, വീഴാൻ അനുവദിക്കുകയില്ല. കാരണം അവൻ ദൈവഹിതം സംബന്ധിച്ച് അവൻ പൂർണ്ണ നിശ്ചയമുള്ളവനായിരിക്കുക. നമുക്കത് പറയാനുണ്ടോ? നമ്മുടെ ഓട്ടം വിജയകരമാകണമെങ്കിൽ, ബിരുദം പ്രാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ തമിഴിൽ അതിൻ്റെ ബാക്കി ഇങ്ങനെ പന്തയപ്പൊരുളൊക്കാക, തമിഴിൽ അങ്ങനെ പറയുക. ഫിലിപ്പൈനത്തിലെ മുൻപുള്ളത് ക്രിസ്തുവിൽ പരമുള്ള വിളിയുടെ ബിരുദനായ ലാക്കിലേക്ക് കൊടുത്തെന്ന് പറയുമ്പോൾ അതിന് തമിഴിൽ നല്ലൊരു പ്രയോഗം പന്തയപ്പൊരുളൊക്കാക. ഇതിൽ പന്തയത്തിൽ ജയിക്കുന്നവർക്കുള്ള സമ്മാനത്തിനായി. അപ്പോൾ ആ നിശ്ചയം, റോമിലെ ജയിലിൽ കിടക്കുമ്പോഴും മരണത്തെ കാത്ത് കിടക്കുമ്പോഴും പൗലോസിന് പറയാനുണ്ട്, എനിക്കൊരു നിശ്ചയമുണ്ട്. എന്താ? ഞാൻ എൻ്റെ ഓട്ടം തിരിച്ചപ്പോൾ എനിക്ക് എൻ്റെ സമ്മാനം തരും. ആരാ തരുന്നേ? നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്ക് തരും. അതിനെക്കുറിച്ച് സംശയമില്ല. എന്ത് നിശ്ചയമാണ്! അവൻ്റെ നടപ്പ് ദൈവഹിതത്തിൽ തന്നെ. എഫെസ്യരിൽ പറഞ്ഞല്ലോ, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചോളുവിൻ. അപ്പോൾ ബുദ്ധിഹീനരാണെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിഹീനരായി പോയാൽ കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാകത്തില്ല. ഇന്ന് നല്ലൊരു ശതമാനം വിശ്വാസികളും ദൈവം എന്താ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലാത്ത അവസ്ഥയില്ല. എല്ലാം ഒത്തിരുന്നാൽ, ബാഹ്യമായ നോട്ടത്തിന് എല്ലാം നന്നായിരുന്നാൽ ദൈവം ഇഷ്ടം. അത് വിവാഹത്തിലായാലും ശരി, പഠനത്തിലായാലും ശരി, കരിയർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായാലും ശരി, ശുശ്രൂഷയുടെ കാര്യത്തിലായാലും ശരി, ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം മനസ്സിനൊത്തെല്ലാം വന്നാൽ ദൈവേഷ്ടം. അതിന് വിപരീതമായി വന്നാൽ ദൈവേഷ്ടമല്ല. അങ്ങനെ ആ മനുഷ്യർ കണക്കാക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവേഷ്ടത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിലെ സകല ശക്തികളും നമുക്കെതിരാകും. പക്ഷേ ദൈവേഷ്ടത്തെക്കുറിച്ച് നിശ്ചയമുള്ളവരെങ്കിൽ ഉറപ്പായി ഒരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ കൊലോസിലെ വിശ്വാസികൾക്ക് വേണ്ടി വെറുതെയല്ല എപ്പഫ്രാസ് പ്രാർത്ഥിച്ചത്. തികഞ്ഞവരും, കർത്താവെ എൻ്റെ ജനത്തെ തികഞ്ഞവരാക്കണം, മാത്രമല്ല എൻ്റെ ജനത്തെ ദൈവവിശ്വാസം സംബന്ധിച്ച പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവിശ്വാസത്തിലാണോ നമ്മുടെ ജീവിതം? അവൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള നിശ്ചയം നമുക്കുണ്ടോ? എൻ്റെ നടപ്പ് ദൈവഇഷ്ടപ്രകാരമാണ്, എൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവഹിതപ്രകാരമാണ്, എൻ്റെ ഭാവി അവൻ്റെ ഹിതത്തെ അവൻ്റെ കരങ്ങളിലാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ പൗലോസ് ഓടിയെങ്കിൽ നിശ്ചയമില്ലാതെ വണ്ണമല്ല ഓടുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ ദൈവഹിതത്തിനനുസരിച്ചും അവൻ നിശ്ചയമുള്ളവനായിരുന്നു. മാത്രമല്ല, തീമോഥെയോസ് എന്ന് പറയുമ്പോൾ 2 തീമോഥെയോസ് 3:14-15 വാക്യങ്ങളിൽ അവൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നീയോ ഇന്നവരോട് അവസാനം മാത്രം ഞാൻ പറയുന്നു, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. 2 തീമോഥെയോസ് 3:15 വാക്യം 14 ചേർത്ത് വായിക്കാം. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നോക്കണേ,
നീ ഇന്നവരോട് പഠിച്ചു, പൗലോസിൻ്റെ കൂടെ നടന്ന് പൗലോസിൽ നിന്ന് പഠിച്ചതാണ്. അത് നീ ഓർക്കുകയും ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നിശ്ചയം പ്രാപിച്ച തീമോഥെയോസിന് പൗലോസ് സാക്ഷ്യം പറയുന്നു. തീമോഥെയോസിന് അവൻ പഠിച്ചതിനെയും അതിനെക്കുറിച്ചുള്ള നിശ്ചയം ഉണ്ടെന്ന്. അപ്പോൾ ഉപദേശത്തേക്കുള്ള നിശ്ചയം നമുക്ക് വേണം. ഓട്ടത്തിന് ഏത് ഓട്ടത്തിനും കുറേ അതിൻ്റേതായ നിയമങ്ങളുണ്ടല്ലോ. ഏത് ഗെയിമിനും ഓരോ ഗെയിമിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ നിശ്ചയം നമുക്കില്ലെങ്കിൽ സംഗതി പോക്കാം. പണ്ട് ഈ സോൾ ഒളിമ്പിക്സിലാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നു. ആ ഷൈനി വെൽസ് എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രസിദ്ധ അത്ലറ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഓടി, പക്ഷേ ട്രാക്ക് മാറിപ്പോയി. ഓടി ഒന്നാമതെത്തിയിട്ടും ട്രാക്ക് മാറിപ്പോയി, സമ്മാനം കിട്ടില്ല, ഡിസ്ക്വാളിഫൈഡ്. പ്രിയമുള്ളവരെ, നിശ്ചയം, ഉപദേശത്തിൻ്റെ നിശ്ചയം ഇന്ന് പറ്റിയിരിക്കുന്നൊരു വലിയ പാഠം. പുസ്തകം വായിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഉപദേശം അറിയാത്ത ഒരു തലമുറ വളർന്നു വരുന്നു. പദ്യോപദേശം എന്നറിയത്തില്ല. എമ്മതോ സമ്മതം, ആര് പറഞ്ഞാലും ശരി എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു. ഇനി അതിന് വിരുദ്ധമായി, താൻ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായി ഒരുത്തൻ വന്ന് പറഞ്ഞാൽ അവനെ സഹിക്കല്ലാതെ സാരമില്ല, കണ്ണടച്ചളഞ്ഞേക്കാം, അതിനോട് എതിർത്ത് നിൽക്കത്തില്ല. ഗലാത്യലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഒരു നാഴിക നേരം നൊഴിഞ്ഞു വന്ന കള്ളസഹോദരന്മാർക്ക് അവർ വഴങ്ങിക്കൊടുത്തില്ല. ഒരു നാഴിക നേരം. അപ്പോൾ ഉപദേശത്തിൻ്റെ നിശ്ചയം. ഒരു കാലത്ത് ഒരു തലമുറ നമ്മുടെ മലയാളികളിൽ ഉണ്ടായിരുന്നു. പാസ്റ്റർമാരല്ല, സാധാരണ വിശ്വാസികൾ. ആരെക്കഴിഞ്ഞു വിട്ടുകൊടുക്കാതെ ഉപദേശത്തിന് നിർണയത്തിൽ ജീവിച്ചവർ. അവർക്ക് നിശ്ചയമായിരുന്നു. നമ്മളെല്ലാം ഇന്നത്തെ കാലത്തുള്ളവർ പറയും, അപ്പച്ചന്മാരുടെ കാലത്ത് പല അബദ്ധങ്ങളും എന്ന് പറയുന്നത് എങ്ങനെ, പല അബദ്ധങ്ങളും കാണിച്ചിട്ടുണ്ട്. അവർക്കൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു. ഇന്ന് ആ ലോകം മാറി, വളരെ അറിവുള്ളവരായി, കാലങ്ങൾ മാറി, ലോകമായിട്ട് സമ്പർക്കമായി കഴിഞ്ഞപ്പോൾ അവർ പഠിച്ചതൊക്കെ, അവർ മുറുകെ പിടിച്ചതൊക്കെ ബാലിശമായി പോയി. ഇന്ന് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ പ്രിയമുള്ളവരെ, അത് അപ്പച്ചന്മാർക്ക് തെറ്റ് പറ്റിയതല്ല. അവരെ കണ്ണ് തുറന്ന് കാണേണ്ടവനെ കണ്ടു, അവനിൽ നിന്ന് അവർ നിശ്ചയം പ്രാപിച്ചു. ആ നിശ്ചയത്തിൽ അവർ മുന്നോട്ട് പോയേ. അവർക്ക് ഇവിടുത്തെ ഒന്നും പ്രധാനമല്ല, ഇവിടുത്തെ സ്ഥാനവും പ്രധാനമല്ല, സ്റ്റാറ്റസും പ്രധാനമല്ല, രാഷ്ട്രീയ സ്വാധീനവും പ്രധാനമല്ല. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ അറിയാമല്ലോ, അന്നത്തെ ഭക്തന്മാരുടെ പാട്ടുകളൊക്കെ നാം പാടി നോക്കിയാൽ അറിയാമല്ലോ അവരുടെ പ്രത്യാശ എന്തായിരുന്നു, അവരുടെ ചിന്ത എന്തായിരുന്നു, അവരുടെ ആഗ്രഹം എന്തായിരുന്നു, അവരെ നയിച്ച അഭിലാഷം എന്തായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇന്നത്തെ കാലത്തോ അത് ഞാൻ പറഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട. അവരുടെ പാട്ടുകൾ, അന്ന് അവരെഴുതിയ പാട്ടുകൾ ഒരു തലമുറ മുഴുവൻ പാടി ആനന്ദിച്ച് കർത്താവിൽ സന്തോഷിച്ച, ധൈര്യം പ്രാപിച്ച എല്ലാവരും. പക്ഷേ അപ്പോഴും കർത്താവിൽ അവർ ധൈര്യപ്പെട്ടു. കാരണം അവൻ്റെ വചനം ഒരു ആഴത്തിൽ വരുന്നത്, ദൈവവചനം. ഇവിടെ അവനോട് തീമോഥെയോസിനോട് പറയുന്നു, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുന്നു. നീ അത് പഠിച്ചു, നിശ്ചയം പ്രാപിച്ചു, സംശയമൊന്നുമില്ല. ഉപദേശത്തിന് ഓരോ കാറ്റ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയില്ല, മറിയുകയില്ല, നിശ്ചയം പ്രാപിച്ചു, അതിലിരുന്നു കൊള്ളുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം, ദൈവഹിതം സംബന്ധിച്ചുള്ള പൂർണ്ണ നിശ്ചയം. ഞാനൊരിക്കൽ ഏതോ ഒരു വീഡിയോ ചെയ്ത് ഓർക്കുന്നു, ദൈവഹിതത്തിന് പുറത്ത് നമ്മൾ അൺസേഫാണ്, ദൈവഹിതത്തിന് പുറത്ത് നമ്മൾ അരക്ഷിതരാണ്, ദൈവഹിതത്തിന് പുറത്ത് യാതൊരു സന്തോഷത്തിനും വകയില്ല, ദൈവത്തിന് പുറത്ത് നമുക്കൊരു ഭദ്രതയുമില്ല. പ്രിയമുള്ള ദൈവഹിതത്തിന് നിശ്ചയം പ്രാപിച്ച്, വചന നിശ്ചയം പ്രാപിച്ച്, ഉപദേശത്തിന് നിശ്ചയം പ്രാപിച്ച്, ഭൂതങ്ങളുടെ ഉപദേശവും എല്ലാം ഇന്ന് കൂട്ടിക്കലർത്തിയില്ലയോ? ഇന്നത്തെ വാലില്ല തലയാക്കും ഉപദേശം വന്നിരിക്കുന്നത് ദൈവാത്മാവിൽ നിന്നല്ലല്ലോ, ദൈവാത്മാവിൻ്റെ ആലോചനയല്ലല്ലോ, മനുഷ്യനിർമ്മിതം. അതിൻ്റെ പുറകെയല്ലേ ജനം ഓടിക്കൂടുന്നേ. അപ്പോൾ ഉപദേശത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച്, ഈ നിശ്ചയം നമുക്കുണ്ടെങ്കിൽ
നാം ഒരു നാൾ വിടറിപ്പോകത്തില്ല. ലോകം മുഴുവൻ തലകീഴ് മറിഞ്ഞാലും നമുക്കൊരു പ്രശ്നവുമില്ല. ലോകത്തിൽ ഒന്നും നേടിയില്ലെന്ന് ലോകം നമ്മെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്നും പ്രശ്നമില്ല. കാരണം സ്വർഗീയമായതിൻ്റെ പ്രകാശനം കണ്ണുകളിലുണ്ടായി, സ്വർഗീയമായതിൻ്റെ ശ്രേഷ്ഠത കണ്ണിലുണ്ടായി. അതുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കണം. അപ്പോൾ ഞാൻ ഒത്തിരി വിവരിക്കുകയുണ്ടായി. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നിശ്ചയത്തോടെ ഓടി. പൗലോസിൻ്റെ കാര്യം അതായിരുന്നു, നിശ്ചയത്തോടെ, നിശ്ചയം പ്രാപിച്ചു. തെസ്സലോനിക്ക ലേഖനം 1-5 പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ അടുക്കൽ വന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ബഹു നിശ്ചയത്തോടെ ഞങ്ങൾ പ്രസംഗിച്ചതെല്ലാം ബഹു നിശ്ചയത്തോടെ, ഒരു സംശയവുമില്ല. ഇന്നത്തെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു, ഉറപ്പോടാണോ പഠിപ്പിക്കുന്നത്? ഞാൻ ഇത് വിശ്വസിക്കുന്നു എന്ന് ധൈര്യമായിട്ട് പറയുമോ? ഞാൻ ഇതാണ് സത്യം എന്ന് ഉറക്കെ പറയാൻ ധൈര്യമുണ്ടോ? ഇത് തന്നെയാണ് സത്യം എന്ന് പറയാൻ കഴിയുമോ? കാരണം പലതരം ഉപദേശങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ എണ്ണമറ്റ ഉപദേശങ്ങൾ. എന്നാൽ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും, ഞാൻ മനുഷ്യരിൽ നിന്നല്ല പഠിച്ചത്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലാകുന്നു പ്രാപിച്ചത്. നോക്കണേ, അപ്പം അങ്ങനെ പ്രാപിച്ചത് അതിന് സംശയമൊന്നുമില്ല, ഒരു മാറ്റവുമില്ല. അപ്പോൾ വിശ്വാസത്തിന് നിശ്ചയം, ദൈവം സംബന്ധിച്ച നിശ്ചയം, ഉപദേശത്തിന് നിശ്ചയം, ഇത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടം ശരിയാകും. മാത്രമല്ല അവിടെയും കൊണ്ടും നിർത്തിയില്ല. ഇനി എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഞാനൊരു ക്ലൂ തരാമെന്ന് പറയുന്നത്. അതുപോലെ 1, അവൻ നിശ്ചയമില്ലാവണ്ണമല്ല ഓടുന്നതെന്ന് പറഞ്ഞു. 2, പ്രാപിപ്പാനുള്ള ഓട്ടത്തിന് വേറെ വല്ല ക്ലൂവും പൗലോസിന് തരാനുണ്ടോ? ഉണ്ട്. ഫിലിപ്പിലേഖനം 3 പൗലോസ് പറയുന്നത് നോക്കുക, 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമ വിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് പറയുന്നു, പ്രാപിക്കാനുള്ള ഓട്ടം ഇതാ. എന്താണെന്നറിയാം? പിൻപിലുള്ളത് മറന്നും മുമ്പുള്ളതിന് ആഞ്ഞും കൊണ്ട്. ഇന്ന് നേരെ മറിച്ച, മുമ്പുള്ളത് മറന്നു, പിൻപുള്ളതിനെ ഓർക്കുന്നു. പഴയ പിതാക്കന്മാരെ കുറിച്ച് എബ്രാഹിം 15 അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നല്ലോ. അവരെ വിട്ടതിനെ വിട്ടു, പിന്നെ എന്നേക്കുമായി മറന്നു. ഒരു കാലത്ത് ചവറം നേടിയതെല്ലാം ഇന്ന് ബലപ്പെട്ടതും നിധിയൊന്ന് എണ്ണി അതിനെടുത്ത് തോളയെ വെച്ച് പാടി ആടി തുള്ളി എല്ലാം ആത്മീയമാണെന്ന് ധരിച്ച് പോവുക. ദൈവമേ, ഇത് അപകടമാണ്. പ്രാപിക്കണോ? സമ്മാനം പ്രാപിക്കണോ? വിരുദ് പ്രാപിക്കണോ? അതിനായി ഓടണം. പൗലോസ് പറയുന്നു, ഞാൻ പുറകിലുള്ളതെല്ലാം മറന്നു, വിട്ടതിനെ എല്ലാം മറന്നു. അതിനെക്കുറിച്ച് ഒരു കൊണ്ടുപോവില്ല. ഇന്ന് പലരെ സാക്ഷി അയക്കുമ്പോൾ അവരെന്തോക്കെ ഒത്തിരി വിട്ടെന്ന് പറയും. എന്നാൽ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഇത് ഒരു വീഡിയോ കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത്, ഒന്നും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ട് മറ്റൊരു വീഡിയോയിൽ ബാക്കി തുടരാം. വളരെ ശ്രദ്ധിക്കുക. നാം നിശ്ചയത്തോടാണ് ഓടുന്നത്. ബഹുനിശ്ചയം നമുക്കുണ്ടോ? നാം പറയുന്നതിനെക്കുറിച്ച്, നാം ആരെ സേവിക്കുന്നു? പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം, അവൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. റോമാലേഖനം 8 അവൻ പറഞ്ഞു, ഒരു ശക്തിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപിരിപ്പാൻ കഴിയുന്നു ഉറച്ചിരിക്കുന്നു. മരണം വരട്ടെ, ജീവൻ വരട്ടെ, ഉയരം വരട്ടെ, ആഴം വരട്ടെ, എന്തും വരട്ടെ, ഒന്നും ഉറയ്ക്കുക. അത്ര നിശ്ചയമാണ്. ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം ഉണ്ടോ നമുക്ക്? ഞാൻ എന്തിനെ വിശ്വസിക്കുന്നു? ആരെ വിശ്വസിക്കുന്നു? എന്തിനായി വിശ്വസിക്കുന്നു? നമുക്ക് വല്ല ബോധമുണ്ടോ? കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിക്കാം. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പോട്ടെ. ദൈവത്തെ സംബന്ധിച്ച പൂർണ്ണ നിശ്ചയമുള്ളവരായി
ദൈവഹിതത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവൻ്റെ ഇഷ്ടത്തിൽ മാത്രം നിലകൊണ്ട് ഒരുപക്ഷെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്ന ലോകത്തിൽ ആരും കൂട്ടില്ലാതെ തനിച്ച് ഏകാന്തത തുരുത്തിൽ കഴിയേണ്ടി വന്നാലും കർത്താവിനോട് കൂടെ നിൽക്കുമോ? ദൈവഹിതത്തിൽ നിൽക്കുമോ? ഉപദേശത്തിൽ നിശ്ചയം പ്രാപിക്കുന്നു. അത് മാത്രമേ നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കത്തുള്ളൂ. വചനത്തിൽ നിലനിന്ന് ഉപദേശത്തിൽ നിലനിന്ന് യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുത്തനും ദൈവവുമില്ല. വചനത്തിൽ നിലനിന്ന് അവനിൽ നിന്ന് പ്രാപിച്ച് അവനോട് ചേരുവാൻ നമുക്കൊരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ഇവരെ അവിടുത്തെ കരങ്ങൾ തരുന്നു. നാഥ, ഓടക്കളത്തിൽ ഓടുന്നവർ അനേകർ ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കോണം ഓടുവീൻ എന്ന് പൗലോസ് പറഞ്ഞത് അല്പമായി ചിന്തിപ്പാൻ എല്ലാവർക്കിടയായല്ലോ. അതിന് പൗലോസിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവൻ പറഞ്ഞാൽ, ഞാൻ ഓടുന്നത് നിശ്ചയമില്ലാത്ത വണ്ണമല്ല. കർത്താവേ, നിങ്ങൾ നിശ്ചയം പ്രാപിച്ച് നിശ്ചയത്തോടെ സ്ഥിരതയോടെ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് അങ്ങയുടെ ഹൃദയത്തിൻ്റെ നിശ്ചയം പ്രാപിച്ച് ഉപദേശത്തിൻ്റെ നിശ്ചയം പ്രാപിച്ച് ഞങ്ങളുടെ വചനത്തിൽ നിലനിൽക്കുവാൻ ഇളയവരെ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.